2025 ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ രണ്ടാമത്തെ വാക്കാണ് ഗൂഗിൾ ജെമിനായി എന്ന് പറയുന്നത്. എന്തായിരിക്കും കാരണം? മില്യൺസ് ഓഫ് ആളുകൾ ഒരു വാക്ക് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 3 റീസൺസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് പറഞ്ഞാൽ ഫിയർ, 2 ക്യൂരിയോസിറ്റി, 3 ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥം. ഇനി എങ്ങനെയാണ് ഒരു ടോപ്പിക്ക് ട്രെൻഡിങ് ആകുന്നതെന്ന് നോക്കാം. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ആളുകൾ ആ ഒരു വാക്ക് തിരയുന്നുണ്ടെങ്കിൽ അത് ട്രെൻഡിങ് ആണെന്ന് പറയാൻ പറ്റും. ഓൺലൈൻ ന്യൂസും സോഷ്യൽ മീഡിയയും ആളുകൾ പരസ്പരം സംസാരിച്ചുമെല്ലാം ഇന്ത്യയിലെ ടോപ്പിക്സ് പെട്ടെന്ന് ട്രെൻഡിങ് ആകുന്നുണ്ട്. ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ട്രിഗർ മതി ഒരു ടോപ്പിക്ക് ട്രെൻഡിങ് ആകാനായിട്ട്. അങ്ങനെ ഇന്ത്യയിൽ ട്രെൻഡിങ് ആയ കുറച്ച് വിഷയങ്ങൾ കാണാം. ഞെട്ടിക്കൽ ബിരിയാണി. പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാണ്ട് ഒരു വെറൈറ്റിയുടെ പേരിൽ മാത്രം ട്രെൻഡിങ് ആയ ഒരു ഐറ്റം ആയിരുന്നു ഞെട്ടിക്കൽ ബിരിയാണി എന്ന് പറയുന്നത്. ബസ്സുകളിലുള്ള കാർഡ്ബോർഡ് പ്രതിഷേധം. ആൺപിള്ളേരുടെ സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ട് ട്രെൻഡിങ് ആയ ഒരു വിഷയം മമിത ബൈജുവിന്റെ നാളെ നാളെ. ട്രോൾ എന്ന രീതിക്ക് സൗത്ത് ഇന്ത്യ മൊത്തം ഏറ്റെടുത്തൊരു ഐറ്റം ആയിരുന്നു ഇത്. പിന്നീട് കുറേ മ്യൂസീഷ്യൻസ് ചേർന്ന് ഈ ഒരു പാട്ടിനെ അടിപൊളിയാക്കി കൊടുക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, either പേടിയുടെ പുറത്തോ അല്ലെങ്കിൽ ആകാംക്ഷയുടെ പുറത്തോ ആണ് ഈ വിഷയങ്ങളെല്ലാം ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഗൂഗിൾ ജെമിനിക്കും ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ജെമിനി ചേച്ചി ഇത്രയും വൈറലായത്? നമുക്ക് കുറച്ച് സാധ്യതകൾ നോക്കാം. സർവം AI മയം. AI കൊണ്ട് എന്തും സാധിക്കുമെന്ന് ഇന്ത്യക്കാർ വിശ്വസിച്ചു തുടങ്ങിയോ? ഇത് അവരൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യിപ്പിച്ചു. എന്നെ കൊണ്ട് സാധിക്കാത്തത് എങ്ങനെയാണ് AI ചെയ്യുന്നതെന്ന് ഇതവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. മനുഷ്യൻ്റെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ആകാംക്ഷയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇത് കാരണം ഹൗ ഡസ് ഗൂഗിൾ ജെമിനായി വർക്ക്, വാട്ട് ക്യാൻ AI ഡു പോലുള്ള ചോദ്യങ്ങൾ ഇന്ത്യക്കാർ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു അവസരത്തിൽ ഗൂഗിൾ ജെമിനായുടെ നാനോ ബനാനയും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ AI നമ്മുടെ ജോലി കൊണ്ടുപോകുമോ? AI എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മിക്കവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇത് തന്നെയായിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റും അതിനാവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റും ഗ്രാഫിക്സും കോപ്പിയും എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് ഗൂഗിൾ ജെമിനായി വെച്ച് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്തിനേറെ പറയുന്നു, മാസങ്ങളോളം എടുത്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ആപ്സും വെബ്സൈറ്റ്സും എല്ലാം ഇപ്പോൾ നോ കോഡ് ടൂൾസ് ആയിട്ടുള്ള ലവബിളും കേസറും എമർജൻറ്റും വെച്ചെല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേറെ കഴിവുള്ള AI നമ്മളെ എങ്ങനെ പേടിക്കാതിരിക്കും? അതുകൊണ്ടായിരിക്കണം വിൽ ഗൂഗിൾ ജെമിനായി ടേക്ക് മൈ ജോബ്സ്, ഈസ് മൈ കരിയർ ഫ്യൂച്ചർ പ്രൂഫ്, വിൽ AI റീപ്ലേസ് ഓഫീസ് ജോബ്സ് പോലുള്ള ചോദ്യങ്ങൾ ഇന്ത്യക്കാർ തിരഞ്ഞിട്ടുണ്ടാവുക. AI എൻ്റെ തലവര മാറ്റുമോ? ബിൽ ഗേറ്റ്സ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, I always choose a lazy person to do a hard job because a lazy person will always find an easy way to do it. പുള്ളി ഇവിടെ ലേസിനെസ്സിനെ പ്രൊമോട്ട് ചെയ്യിക്കുമല്ല, നേരെ മറിച്ച് സ്മാർട്ട് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയുവാണ്. ഈ AI എന്ന് പറയുന്നത് നമ്മുടെ വർക്കിനെ അവോയ്ഡ് ചെയ്യിക്കാനുള്ളതല്ല, നേരെ മറിച്ച് നമ്മുടെ അൺനെസസറി ആയിട്ടുള്ള എഫേർട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം ആളുകൾ ഹൗ വിൽ ഐ യൂസ് ഗൂഗിൾ ജെമിനായി ഫോർ വർക്ക്, ഹൗ ഡു സക്സസ്ഫുൾ പീപ്പിൾ യൂസ് AI ടൂൾസ് എന്നിങ്ങനെയെല്ലാം സെർച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി AI എങ്ങനെ നമ്മുടെ സക്സസിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് നോക്കാം. AI ഒരിക്കലും സക്സസ്ഫുൾ പീപ്പിളിനെ റീപ്ലേസ് ചെയ്തിട്ടില്ല, അവരെപ്പോഴും വളർത്താനേ സഹായിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട്, ഒരു ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ അതിലോട്ട് എത്താനായിട്ട് നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ജെമിനായി പോലുള്ള AI ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ടൂൾസ് നിങ്ങളുടെ തോട്ട്സിനെ കൂടുതൽ ഓർഗനൈസ് ചെയ്യിക്കാനും നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി തരാനും പറ്റും. ഒരിക്കലും റെഡിമെയ്ഡ് ആൻസേഴ്സ് പ്രതീക്ഷിക്കാതെ ബെറ്റർ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് AI ടൂൾസ് യൂസ് ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ ഗൂഗിൾ ജെമിനായി എടുത്തിട്ട് ഹെൽപ്പ് മീ എന്ന് ചോദിക്കുകയാണ്. അത് തിരിച്ചൊന്നും പറയത്തില്ല, കാരണം അവിടെ ഒരു ഗോൾ ഇല്ല, ഒരു ഡയറക്ഷൻ ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല. നേരെ മറിച്ച് ഒരാൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വളർത്തണം, പക്ഷേ എൻ്റെ കയ്യിൽ ഐഡിയാസ് ഇല്ല, എന്നെ അടിപൊളി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അവിടെ AI പവർഫുൾ ആവുകയും നല്ല ക്ലാരിറ്റിയിലും സ്ട്രക്ചറിലും വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇവിടെ AI അല്ല പ്രോബ്ലം, ആര് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. ഗൂഗിൾ ജെമിനായി അങ്ങനെ വെറുതെ ട്രെൻഡിങ് ആയതല്ല, അത് ട്രെൻഡായത് 3 പവർഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് ടച്ച് ചെയ്തുകൊണ്ടാണ്. 1 ഫിയർ ഓഫ് ജോബ് ലോസ്, 2 ക്യൂരിയോസിറ്റി അബൌട്ട് ദി ഫ്യൂച്ചർ, 3 ഓപ്പർച്യൂണിറ്റി ടു മൂവ് ഹെഡ് ഫാസ്റ്റ്. നാനോ ബനാന മുതൽ കരിയേഴ്സിനെ വരെ പറ്റി ആളുകൾ സെർച്ച് ചെയ്തത് അത് ലെഫ്റ്റ് ബിഹൈൻഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോ നിങ്ങളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്തു. ട്രെൻഡ്സ് മാറിക്കൊണ്ടേയിരിക്കും, പക്ഷേ അത് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.